നടത്തിയ സെമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ന്യൂസ് 18 കേരളത്തിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സെമി റോസ്ബെൽ ജോൺ നേതൃത്വത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. സെമി റോസ്ബെൽ ജോണിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് വിലയിരുത്തിയാണ് നടപടി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അടക്കമുള്ളവർ സെമി റോസ്ബെൽ ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന് കെപിസിസിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിയുടെ നടപടിയെന്ന് കെപിസിസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അപർണ കുറുപ്പ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ്, ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് പാർട്ടിക്കെതിരെ, ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനെതിരെ, കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്, നേതൃത്വത്തിനെതിരെ സെമി രംഗത്ത് വന്നത്. അപർണയ്ക്ക് തന്നെ നൽകിയ അഭിമുഖത്തിലായിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നു. സെമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന്. സെമി ഉന്നയിച്ച ആരോപണങ്ങൾക്കല്ല ഇവിടെ മറുപടി നൽകിയത്. മുഖം രക്ഷിക്കാൻ അല്ലെങ്കിൽ നടപടിയെടുത്തിരിക്കുന്നു കോൺഗ്രസ്, സെമിയെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി. തീർച്ചയായിട്ടും ഭവ്യ, ഒരു പക്ഷേ കോൺഗ്രസ് 24 മണിക്കൂർ ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കാതിരുന്നപ്പോൾ തന്നെ ഈ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കിക്കൊള്ളട്ടെ എന്നുകൂടി സെമി റോസ്ബെൽ ജോൺ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതൊരു പക്ഷേ ഇത്തരം വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പാർട്ടി അത് ശരിയാണോ ഇല്ലയോ എന്ന തരത്തിൽ ഒരു അന്വേഷണം പോലും നടത്തുകയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതി തനിക്ക് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കിട്ടുകയില്ല എന്ന കാര്യം കൂടി അവർ ആഭിമുഖത്തിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഒരുപക്ഷെ അത് അങ്ങനെയാകില്ല. കോൺഗ്രസിനെ പോലെ ഇത്രയേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തിക്കൊണ്ട് ഒരു നടപടിയിലേക്ക് കടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണമെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കുക എന്ന് ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരായ നമ്മൾ പോലും കരുതിയിരുന്നു. അതുണ്ടായില്ല. പകരം ഒരു വിശദീകരണവും നൽകാതെ, ഒരു അന്വേഷണവും നടത്താതെ KPCC പ്രസിഡന്റ് ഇന്ന് രാവിലെ പറഞ്ഞത് 3 KPCC ഭാരവാഹികൾ അംഗങ്ങൾ ഉള്ള ഒരു അന്വേഷണം നടത്തും. അത് സെമി റോസ്ബെൽ ഉന്നയിച്ച വെളിപ്പെടുത്തലല്ല. സെമി റോസ്ബെൽ ജോൺ മഹിളാ കോൺഗ്രസ് നേതാക്കളെ അപമാനിച്ച രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി, അതിൽ അന്വേഷണം നടത്തും. അപ്പോഴും അതൊരു അന്വേഷണമാണല്ലോ. ഒരു വശത്തു നിന്ന് മാത്രമല്ലല്ലോ അന്വേഷണം നടത്താൻ കഴിയുക, മറുവശത്തു നിന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കണമല്ലോ എന്നുള്ള ഒരു പ്രാഥമിക ഉത്തരവാദിത്വം പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് KPCC വാർത്താക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു വാർത്താ സമ്മേളനം പോലുമല്ല. KPCC പ്രസിഡന്റ് ഒഴികെ മറ്റ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഒരു ഗൂഢാലോചനയാണ്, ഒരു ചാനൽ അടക്കം നടത്തുന്ന ഇതൊരു ഗൂഢാലോചനയാണ്, CPM-ഉമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് പറയുന്നത് അല്ലാതെ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടന്നു പോലുമില്ല. എന്നിട്ട് ഇപ്പോൾ KPCCയുടെ വാർത്താക്കുറിപ്പ് വരുന്നത് ഇങ്ങനെയാണ്. സ്വകാര്യ TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുൻ ACC അംഗവും PSC അംഗവുമായിരുന്ന സെമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പുറത്താക്കിയതായി അറിയിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറി M ലിജു ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഈ പ്രകാരമാണ്. രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർത്തു, അവർക്ക് മാനഹാനി ഉണ്ടാക്കി. ഈ ലക്ഷ്യത്തോടെയാണ് സെമി റോസ്ബെൽ ജോൺ ആക്ഷേപം ഉന്നയിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിലെയും KPCC ഭാരവാഹികളുടെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അടക്കമുള്ളവർ സെമി റോസ്ബെൽ ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ രീതിയിലുള്ള, അതായത് ഈ പരാതി ഉന്നയിച്ചവർ ആരുടെ എല്ലാം പരാതിയിലാണോ ഈ നടപടി എടുത്തിരിക്കുന്നത് അവർക്കെതിരെയാണ് സെമി റോസ്ബെൽ ജോൺ ആരോപണം ഉന്നയിച്ചത്. ഇതൊരു വല്ലാത്ത ഒരു വൈചിത്രമാണ്. സിനിമാ മേഖലയിൽ പോലും ഇത്തരം ഒരു കാര്യം ഉണ്ടാവുകയില്ല. സിനിമാ മേഖലയിൽ പോലും ഒരാൾ പരാതി ഉന്നയിച്ചാൽ ആ പരാതി എന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒരു അന്വേഷണം നടത്താനുള്ള സമയമെങ്കിലും കൊടുക്കും. തീർച്ചയായും കോൺഗ്രസിലെ മിക്ക സ്ത്രീകളും വലിയ ലിംഗവിവേചനം നേരിടുന്നു എന്ന് തുറന്നടിച്ചു പറയുകയാണ് സെമി നമ്മുടെ ഇന്റർവ്യൂവിൽ. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനമായി ഇന്നലെ പ്രൈം ഡിബേറ്റിലടക്കം പറയുകയുണ്ടായി, 3 സ്ത്രീകൾക്ക് നേരിട്ട വലിയ അധിക്ഷേപത്തിന് തന്റെ കയ്യിൽ തെളിവുണ്ട് എന്നടക്കം അവർ ഉറക്കെ പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു, വെളിപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. പലതവണ പലകുറി നമ്മൾ കണ്ടതാണ്. വിമർശിക്കുന്ന സ്ത്രീകളെ വായടപ്പിക്കുന്ന സമീപനമാണ് പൊതുവെ ഉണ്ടാകുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് എടുത്തു പറയേണ്ടി വരും, അല്ലേ?
തീർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് സിമി റോസ് ബെൽ ജോൺ വ്യക്തമാക്കുന്നത് മൂന്ന് സ്ത്രീകളുടെ പേരുകൾ തനിക്കറിയാം. പക്ഷേ ചില രാഷ്ട്രീയ മര്യാദ, അതായത് നേരിട്ട് ഈ ദുരനുഭവങ്ങൾ ഉണ്ടായ 3 സ്ത്രീകളുടെ പേര് തനിക്കറിയാം, താൻ ആ പേര് നേരിട്ട് പറയുന്നില്ല എന്ന് സിമി റോസ് ബെൽ ജോൺ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 3 സ്ത്രീകൾ ആരാണ്? അത് അന്വേഷിക്കേണ്ട ബാധ്യത KPCCക്ക് ഉണ്ടായിരുന്നില്ലേ, കോൺഗ്രസിനുണ്ടായിരുന്നില്ലേ? അല്ലാതെ ഒരു ആരോപണം കടക്കെ നുള്ളുകയാണ്. ഇതൊരു താരസംഘടന ചെയ്തിരുന്നെങ്കിൽ, ഇത് സിനിമാ മേഖലയിൽ ചെയ്തിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും മേഖലയിൽ ചെയ്തിരുന്നെങ്കിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുക? എന്ത് നിലപാടാണ് മഹിളാ കോൺഗ്രസ് സ്വീകരിക്കുക? അവരവന്റെ ഭാഗം വ്യക്തമാണെങ്കിൽ, ഇത് ആരോപണം മാത്രമാണെങ്കിൽ പോലും ആരോപണ വിധേയരായവർ രാജിവെക്കണമെന്ന് ഗുഹേഷ് MLA വിഷയത്തിനകത്ത് ആവശ്യപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്, പ്രതിഷേധം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആരോപണത്തിൽ കഴമ്പില്ല എങ്കിൽ ഭയക്കുന്നത് എന്തിനാണ്? ഈ വിഷയം അന്വേഷണം നടക്കട്ടെ എന്ന് പറയാനുള്ള സാവകാശം പോലും നടത്താതെ ഈ ആരോപണം ഉന്നയിച്ച ഒരാളെ 24 മണിക്കൂറിനുള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പുറത്താക്കുകയാണ്, ഒരു വിശദീകരണം പോലും തേടാതെ, ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാതെ. എന്നിട്ട് ആർക്കെല്ലാം എതിരെ അവർ ആരോപണം ഉന്നയിച്ചോ അവരുടെ പരാതി മാത്രം എടുത്തുകൊണ്ട് കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും സമാനമായിട്ടുള്ള ചില ആരോപണങ്ങൾ വരുമ്പോഴും എന്തെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെങ്കിലും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ലേ? അല്ലെങ്കിൽ ആ സാഹചര്യം അങ്ങനെ നടത്തിയ ശേഷം ഒരു നടപടിയിലേക്ക് സിമി റോസ് ബെൽ ജോൺ പറയുന്നത് തെളിവില്ലാത്ത, വ്യക്തതയില്ലാത്ത, അല്ലെങ്കിൽ മാനഹാനി വരുത്തുന്ന ആരോപണങ്ങളാണെങ്കിൽ നടപടിയെടുക്കുക, ആ ഒരു സാമാന്യ മര്യാദയെങ്കിലും ആയിരുന്നില്ല. അത് തന്നെയാണ് ഈ സിമി റോസ് ബെൽ ജോൺ എന്ന് പറയുന്നത്. ഒരു സാധാരണ പ്രവർത്തകയല്ല, കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിൽ ഇരുന്ന ഒരു വനിതയാണ്. അവരാണ് നേതൃത്വത്തിനെതിരെ വലിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യങ്ങളിൽ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ വെട്ടിനിരത്തുന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ സിമി റോസ് ബെൽ ജോൺ ന്യൂസ് 18 നൽകിയ ഓരോ വാക്കും ശരിയായിരുന്നു എന്നതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൈ ചൂണ്ടി പറയാം, അല്ലെ അപർണ? ഒരു പക്ഷേ അങ്ങനെ പോലും ഭയക്കേണ്ടതായി വരുന്നു. ആരോപണങ്ങൾ പലതരത്തിലാണ് വരുന്നത്. ഭവ്യ, ഇങ്ങനൊരു അഭിമുഖം എടുക്കുമ്പോൾ ഈ ആരോപണത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അങ്ങനെ തരത്തിലുള്ള ഒരു ഞെട്ടൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നറിയുമ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ വരും. അതല്ലെങ്കിൽ വ്യക്തമായി ഈ ആരോപണങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാനുള്ള ഒരു സാധാരണ ഒരു സ്വാഭാവികത അതിനകത്തുണ്ടാകും എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാതെ, ഒരു അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോലും കടക്കാതെ, അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ എന്തുകൊണ്ടാണ് ഒരു 5 മണിക്കൂർ പോലും ആയിട്ടില്ല, കെ സുധാകരൻ പറയുന്നു ഈ വിഷയത്തിനകത്ത്, KPCC പ്രസിഡന്റ് പറയുന്നു ഈ വിഷയത്തിനകത്ത് 3 KPCC ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. എവിടെയാണ് അന്വേഷണം? അങ്ങനെ ഒരു സമിതി ഉണ്ടായിരുന്നോ? ആ സമിതിയുടെ മുന്നിൽ ഈ വിഷയം എത്തിയോ? ആ വിഷയം എത്തി ഈ 4-5 മണിക്കൂറിനുള്ളിൽ ഒരാളെ പുറത്താക്കാൻ തീരുമാനിക്കുമ്പോൾ അയാളോട് ഈ വിഷയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? 37 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം കോൺഗ്രസിലുള്ള ഒരു വനിത കൂടിയാണ് സിമി റോസ് ബെൽ ജോൺ. മാത്രമല്ല, സിമി റോസ് ബെൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തലുകളോട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മറ്റ് വനിതാ നേതാക്കൾ പോലും അത് അനുകൂലിച്ച് പ്രതികരിച്ചതുപോലും നമ്മൾ കണ്ടതാണ്. പത്മജ വേണുഗോപാൽ അടക്കമുള്ള ഒരുപക്ഷെ അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ വിഷയം അത് അഡ്രസ് ചെയ്യേണ്ടതായിരുന്നില്ലേ? സിനിമാ സംഘടനയിൽ, താരസംഘടനയ്ക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട്, താരസംഘടനയുള്ള പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ മറ്റ് ഭാരവാഹികൾക്കെതിരെ ഒരു പരാതി കൊടുത്ത് ഒരു നടിയെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടന സ്വീകരിക്കുക? എന്ത് നിലപാടായിരിക്കും മഹിളാ കോൺഗ്രസ് സ്വീകരിക്കുക? ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടക്കും? ഇത് തന്നെയാണല്ലോ ഈ സമയങ്ങളിൽ സിനിമാ നടന്മാരടക്കമുള്ളവർ പറഞ്ഞത്. ഇതാണല്ലോ, ഞങ്ങൾ ഇതൊന്ന് പഠിക്കട്ടെ, ഞങ്ങൾ ആലോചിക്കട്ടെ. ആ ഒരു സാവകാശം സിനിമാ പ്രവർത്തകർക്ക് കൊടുക്കാതിരുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇത്ര കടുപ്പിച്ച് ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഒരു രാഷ്ട്രീയ ഇവിടെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അടക്കമുള്ളവർ സിമി റോസ് ബെൽ ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മഹിളാ കോൺഗ്രസിൽ അതിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു മഹിളയാണ്, ഒരു വനിതയാണ് സിമി എന്ന് ഓർത്തില്ലേ പാർട്ടി എന്നാണ് എന്റെ ഒരു സംശയം വരുന്നത് ഇപ്പോൾ.
ഇതിനകത്ത് ഉയർന്ന വലിയ ഒരു വിമർശനം വന്നത് വനിതകളുടെ പേരെടുത്ത് സിമി റോസ് ബെൽ ജോൺ പറയുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പറയേണ്ടത് പുരുഷന്മാരുടെ പേര് മാത്രമല്ലേ, പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പുരുഷന്മാരെ മാത്രമല്ലേ? അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ പ്രതിക്കൂട്ടിൽ നിർത്തിയത്? ആ ഒരു വിഷയമാണ് ഉയർന്നു വന്നത്. അപ്പോഴും ഒരു ടെൻഡൻസിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ടെൻഡൻസി ഒരു പവർ ഗ്രൂപ്പ് വളർത്തിവിടുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതങ്ങനെയല്ല എന്ന് കൃത്യമായി അത് അണികളെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു നടപടി കൊണ്ട് ഒരു പാർട്ടിക്ക് കഴിയുമോ? ഇതൊരു അന്വേഷണം നടന്ന് ഇത് തെറ്റാണ് എന്ന് വ്യക്തമാക്കുകയും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത വരുമായിരുന്നില്ല എന്നൊരു വിഷയമുണ്ട്. രാഷ്ട്രീയ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകളടക്കം ഡിവൈഎഫ്ഐ ആണെങ്കിൽ എവൈഎഫ്ഐ അടക്കമുള്ളവരൊക്കെ ഇതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആ പ്രതികരണങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് എടുക്കാം. പക്ഷേ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വനിതാ അണികളെ സംബന്ധിച്ചിടത്തോളം ഒരാരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ വെളിപ്പെടുത്തൽ നടത്തിയ ആളോട് വിശദീകരണം പോലും ചോദിക്കാതെ അയാളെ 24 മണിക്കൂറിനുള്ളിൽ പുറത്താക്കുക എന്നുള്ളത് അത് അത്തരം ആരോപണങ്ങളുടെ അടിവേരറുക്കുക എന്നത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രവണത എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പരിശോധന പോലും ഇതിനകത്തുണ്ടായിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ്. ഏതായാലും സിമി റോസ് ബെൽ ജോൺ ഇത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവർ കൃത്യമായി പറഞ്ഞു, പലതവണ നമ്മൾ ചോദിച്ചു, ഇനിയെങ്കിലും ഇതിലൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇനി ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല, എന്നെ പാർട്ടി പുറത്താക്കുമായിരിക്കും. പക്ഷെ പാർട്ടി പുറത്താക്കി കൊള്ളട്ടെ, മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ പാർട്ടി പുറത്താക്കി കൊള്ളട്ടെ, എന്നാലും ഞാനിത് തുറന്നു പറയും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇതൊരു താരസംഘടനയുടെ ഭാഗത്തുനിന്നോ ഒരു സിനിമാ പ്രവർത്തക സംഘടനയുടെ ഭാഗത്തു നിന്നോ ആയിരുന്നു ഇങ്ങനെ ഒരു തീരുമാനമെങ്കിൽ ഇത്രയധികം ഞെട്ടലിന്റെ അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം ആ ഒരു രീതിയിൽ ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന ആൾക്കാരല്ല സിനിമാ താരങ്ങൾ എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വിശദീകരണത്തിനുള്ള സമയം പോലും കൊടുത്തില്ല. വിമർശനം ഉന്നയിച്ചാൽ, ആരോപണം ഉന്നയിച്ചാൽ പടിക്ക് പുറത്ത്, അതാണോ കോൺഗ്രസിന്റെ നയം, അതാണോ കോൺഗ്രസിന്റെ നിലപാടെന്ന് ചോദിച്ചു പോവുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും ഭവ്യ, അതാണ് ആ ഒരു പ്രവണത. ഇത്തരം കാര്യങ്ങൾ ഒന്നും പുറത്ത് പറയാൻ ഇതൊന്നും പറയാതിരുന്നത് അതുകൊണ്ടാണ്, അങ്ങനെയാണ് താൻ പാർട്ടി വിട്ടുപോയത് എന്ന് പത്മജ വേണുഗോപാൽ ഇന്ന് രാവിലെ ന്യൂസ് 18 തന്നെ പ്രതികരിക്കുകയുണ്ടായി. താൻ ഇത് നേരിട്ട് തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. അവിടെ പവർ ഗ്രൂപ്പുണ്ട്, മണിയടി ഗ്രൂപ്പുണ്ട്, ലോബിയിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത് ഞാൻ പല പ്രതികരണങ്ങളും നടത്തി, പലതും ഞാൻ പറയാതെ പുറത്തേക്ക് പോയി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നടപടിയെടുക്കാം. സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം നടത്തുകയെങ്കിലും വേണ്ടേ? ഏത് ഒരു സ്ഥാപനത്തിന്റെ മര്യാദയിലും ആ സ്വാഭാവികമായിട്ടുള്ള ഒരു അന്വേഷണം അതിന്റെ ഭാഗം നിന്നുണ്ടാവണ്ടേ? അങ്ങനെ ഒരു വിശദീകരണം തേടണ്ടേ? ആ വിശദീകരണം തേടുക പോലും ചെയ്യാതെ ഒരാളെ 37 വർഷം രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള, കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകയല്ല, പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ഒരാളെ കൂടിയാണ് അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പേരിൽ പുറത്താക്കിയത്. ഇതിൽ വൈചിത്രം എന്നുള്ളത് ആരുടെ പേരിലൊക്കെയാണോ പരാതികൾ ഉന്നയിച്ചത് അവരുടെ പരാതികളാണ്. മഹിളാ കോൺഗ്രസ് പ്രതിനിധി സുനിത വിജയൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീമതി സുനിത വിജയൻ, ഇവിടെ നോക്കൂ, ന്യൂസ് 18 തന്നെയാണ് സിമി റോസ് ബെൽ ജോൺ കൃത്യമായി കോൺഗ്രസിലെ വേർതിരിവിനെ കുറിച്ച്, ലിംഗവിവേചനത്തിനെ കുറിച്ച്, പവർ ഗ്രൂപ്പിനെ കുറിച്ച് വ്യക്തമാക്കിയത് ഞങ്ങളോട് തന്നെയാണ്. ഇപ്പോഴിതാ ഇവിടെ പുറത്താക്കിയിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് സിമി റോസ് ബെൽ ജോണിനെ പുറത്താക്കിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? നിലപാട് പറയേണ്ട